അപ്പോൾ iOS 16 iPhone 14 റിലീസ് ചെയ്തതിന് ശേഷം നമ്മൾ ആപ്പിൾ യൂസേഴ്സ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബഗ്ഗുകൾ, പ്രോബ്ലംസ്, ഇഷ്യൂസാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു കിടിലം മറുപടിയായിട്ടാണ് ആപ്പിൾ വരുന്നത്. ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള 16.1. ഇത് നമ്മൾ കുറച്ച് നാളുകളായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ കുറേ ബീറ്റ വേർഷൻസ് ഓൾറെഡി ടെസ്റ്റിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ എങ്ങനെ നമുക്കത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഈ പറഞ്ഞ ബഗ്ഗുകൾ, ഇഷ്യൂസ്, കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ ഇന്ന് ഒക്ടോബർ 24 ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദിവസമാണ്. കാരണം നമ്മൾ ജൂൺ മുതൽ കാത്തിരിക്കുന്ന 2 സോഫ്റ്റ്വെയർ റിലീസുകൾ, മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ഇന്ന് ആപ്പിൾ പുഷ് ചെയ്യുകയാണ്. അതായത് ഒന്ന് macOS വെഞ്ചുറ, അതോടൊപ്പം തന്നെ iPadOS 16. ഇന്ന് വൈകിട്ട് 24 വൈകിട്ട് എന്ന് പറയുന്നത് അമേരിക്കൻ ടൈം അല്ലെങ്കിൽ ക്യൂപ്പർട്ടീനോ ടൈം അവിടെ രാവിലെയാണ്. ആ ഒരു ടൈമിൽ നമുക്ക് നോർമൽ അപ്ഡേറ്റുകൾ വരുന്ന ആ ഒരു ടൈമിൽ ഏകദേശം ആ ഒരു ടൈമോടെ നമുക്ക് ഈ പറഞ്ഞ iPadOSൻ്റെയും macOS വെഞ്ചുറയുടെയും അപ്ഡേറ്റുകൾ നിങ്ങൾ മാക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ iPad യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈസുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മളുടെ iOSന് ഒരു മേജർ റിലീസും കൂടെ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്, iOS 16.1. ഈ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ കുറേയധികം ബെയ്റ്റാസ് ഓൾറെഡി ആപ്പിൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ 16.1 അപ്ഡേറ്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്ന കാര്യങ്ങളൊക്കെ വൺസ് നമ്മളുടെ ആ ഒരു സോഫ്റ്റ്വെയർ റിലീസ് ചെയ്തതിന് ശേഷം നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ, റിവ്യൂ, ഫീച്ചേഴ്സ്, കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം 1-2 ദിവസത്തിന് യൂസേജിന് ശേഷം നമ്മളതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം ഇപ്പം വന്ന് പല ആളുകളും പല തരത്തിലുള്ള തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ വളച്ചൊടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ആളുകളെ, എസ്പെഷ്യലി ഐഫോൺ യൂസേഴ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ അവരിലേക്ക് കൊണ്ടുവന്നേക്കുന്ന ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ iPhone 14 Proയും 14 Pro Maxും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 2 ഡിവൈസിലും ലോഞ്ച് ചെയ്തതിന് ശേഷം പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ, എസ്പെഷ്യലി സ്നാപ്ചാറ്റ്, ഇൻസ്റ്റഗ്രാം, ഇതിലൊക്കെ ക്യാമറ ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാമറ കടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഇഷ്യൂ നമ്മുടെ മലയാളത്തിൽ പല വലിയ യൂട്യൂബേഴ്സും ഇതിനെ വലിയ കാര്യമായിട്ട് പൊക്കിപ്പിടിക്കുകയും അത് ആപ്പിളിൻ്റെ ക്വാളിറ്റി കൺട്രോളിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ പഴയ പോലെ ഹാർഡ്വെയറിന് ക്വാളിറ്റി ഇല്ല, ഹാർഡ്വെയറിൻ്റെ കംപ്ലയിൻ്റ് ആണ് എന്ന് പറഞ്ഞ് തള്ളിയ കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോഴും ഓർക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അത് വെറും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ട് ആപ്പിൾ ആ കാര്യങ്ങൾ, ഈ പറഞ്ഞ ഹാർഡ്വെയർ കംപ്ലയിൻസിനെ ആപ്പിൾ പരിഹരിച്ചാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഹാർഡ്വെയറിൻ്റെ കുഴപ്പമല്ല, ഇത് സോഫ്റ്റ്വെയറിൻ്റെ കുഴപ്പമാണ്. കാരണം ഇത്ര നാളും 12 മെഗാപിക്സലിൻ്റെ ക്യാമറയായിരുന്നു നമ്മുടെ ഐഫോണിൽ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഇത് 48 മെഗാപിക്സൽ എന്നുള്ള ഒരു സെറ്റപ്പിലേക്ക് പോകുമ്പം ചിലപ്പം മേ ബി അതുകൊണ്ടാകാം നമ്മൾ ഈ പറഞ്ഞ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ അതുമായിട്ടുള്ള കോമ്പാക്റ്റബിലിറ്റി കാര്യങ്ങൾ ഇഷ്യൂ വന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ക്യാമറ വൈബ്രേഷൻ ഇഷ്യൂവിലേക്ക് പോയത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബഗ്ഗിലേക്ക് പോയത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പലരും പല രീതിയിലാണ് വളച്ചൊടിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ലോജിക്ക് എന്നുള്ളത്, ആക്ച്വൽ ഇഷ്യൂ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ കാര്യങ്ങളെ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ വിലയിരുത്തുക, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം iOS 16 അതൊരു ബഗ്ഗുള്ള OS തന്നെയാണ്. ഡെഫിനറ്റ്ലി iOS 15ഉം iOS 14ഉം ഒക്കെ പോലെ തന്നെ ഒരു ബഗ്ഗുള്ള OS ആണ്. പക്ഷേ ഈ പറഞ്ഞ് നടക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ തരത്തിലുള്ള ബഗ്ഗോ കാര്യങ്ങളോ ഒന്നും എനിക്ക് പേഴ്സണലി, ഞാൻ ഈ ഒരു ഡിവൈസ് 14 ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. ആകെ 1-2 ടൈമിൽ എനിക്ക് വന്നൊരു കാര്യം ഇഷ്യൂ എന്ന് പറയുന്നത്, ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ ചില സമയങ്ങളിൽ നമ്മളിപ്പം വെയിറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പം അത് റെസ്പോണ്ട് ചെയ്യാതിരുന്നിട്ടുണ്ട് 1-2 തവണ. പിന്നീട് ഇതിലുണ്ടായ മറ്റൊരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മളെ ക്യാമറയാണ്. ക്യാമറ ചില സമയങ്ങളിൽ ക്വാളിറ്റി, നമ്മൾ സൂം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ക്വാളിറ്റിയിൽ ഒരു ഡിഗ്രഡേഷൻ സംഭവിച്ച പോലത്തെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. ആ സമയത്ത് ജസ്റ്റ് ക്യാമറ ആപ്പ് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യുമ്പം അത് സോൾവ് ആയിട്ടുണ്ട്. പിന്നെ വന്ന മറ്റൊരു ബഗ് എന്ന് പറയുന്നത് ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ 1-2 തവണ എനിക്കൊന്ന് ഫ്രീസ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ ആപ്പ് സ്വിച്ചറിലേക്ക് പോയിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് റീ ഓപ്പൺ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ബഗ്ഗുകളല്ലാതെ ഇത് അധികം ബഗ്ഗുകൾ പല യൂസേഴ്സും നേരിടുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഒരു ഡിവൈസിൽ ആ ഒരു ബഗ് ഉണ്ടെന്ന് കരുതി അത് മറ്റെല്ലാ ഡിവൈസിലും ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധമില്ല. ആ കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമ്മളൊരു അപ്ഡേറ്റ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഇനി വരാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് 16.1 എന്ന് പറയുന്നത് വൺ ഓഫ് ദ മേജർ അപ്ഡേറ്റ് ആണ്. കാരണം ധാരാളം ബഗ്ഗുകൾ കാര്യങ്ങളൊക്കെ ആപ്പിൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സും കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു OS അല്ലെങ്കിൽ അപ്ഡേറ്റ് കൊണ്ടുവരുമ്പോൾ നമ്മൾ എങ്ങനെ അത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം, ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഫുള്ളി റിക്കവർ ആകും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു പരിധി വരെ നമുക്ക് ഡിവൈസിൻ്റെ സ്റ്റെബിലിറ്റി, അതോടൊപ്പം തന്നെ ബഗ്ഗുകളുടെ എണ്ണമൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതിൽ ഞാൻ പ്രധാനമായിട്ടും എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നത്, നിങ്ങളൊരു ലാപ്പോ കമ്പ്യൂട്ടറോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയുവാണ്, നിങ്ങൾക്ക് ലാപ്പോ കമ്പ്യൂട്ടറോ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ
ഇതെല്ലാവർക്കും ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുക. അതായത് നമ്മുടെ ഡിവൈസ് iTunes ഉപയോഗിച്ചുകൊണ്ട് ലാപ്പിലും കമ്പ്യൂട്ടറിലും നമുക്ക് iTunes എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യുക. നമുക്ക് iTunesൽ നമ്മുടെ ഡിവൈസ് പ്ലഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് iTunes ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ പോപ്പപ്പ് കാണിക്കും. പുതിയ അപ്ഡേറ്റ് വന്നു കഴിയുമ്പോൾ അത് ത്രൂ iTunes ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ iTunes ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അത് ഇൻസ്റ്റഗ്രാമിലും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടിലും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഞാൻ ഈ ഒരു ഡിവൈസ് iTunes ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്കൊരു പരിധിവരെ ബഗ്ഗുകളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇഷ്യൂസിനെ പ്രോബ്ലംസിനെയൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ iTunes ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് വന്നേക്കുന്ന അപ്ഡേറ്റ് ഫോണിൽ വളരെ സൈസ് കുറവായിരിക്കും. ചിലപ്പം 1 GB അല്ലെങ്കിൽ ഒരു 500 MB ഒക്കെ ഉള്ളായിരിക്കും സൈസ്. പക്ഷേ iTunes ഉപയോഗിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് എൻറ്റയർ OSൻ്റെ അതായത് iOS 16 ഫുൾ OSൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ചിലപ്പം 6 GB അല്ലെങ്കിൽ 7 GB ആയിരിക്കാം ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ ഡിവൈസ്. അപ്പോൾ ആ ഒരു എൻറ്റയർ OS ആയിരിക്കും നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷനാണ് നടത്തുന്നത്. അതായത് വെറുതെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു കഴിയുമ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ 500 MB അല്ലെങ്കിൽ 1 GB ഒരു അപ്ഡേറ്റ് വന്നു കഴിയുമ്പം നമ്മൾ ഓൾറെഡി ഉള്ള OSൻ്റെ മേളിലേക്ക് ഓവർ റേറ്റ് ചെയ്യുവാണ് ആ ഒരു അപ്ഡേറ്റിനെ. അങ്ങനെ വരുമ്പം നമുക്കൊരു 50-50 ചാൻസാണ്. എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള ബഗ്ഗുകൾ ചിലപ്പം പോയേക്കാം, ചിലപ്പം ഉള്ളതിനേക്കാളും ഇരട്ടി ബഗ്ഗുകളായേക്കാം. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ റീസെറ്റ് ഓൾ സെറ്റിങ്സ് ഒക്കെ ചെയ്ത് ഒരു പരിധിവരെ അതിനൊന്ന് പിടിച്ചു നിർത്തുന്നത്. പക്ഷേ നമ്മൾ iTunes വഴി ചെയ്യുമ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻറ്റയർ OS ഒരു ക്ലീൻ ഇൻസ്റ്റലേഷനാണ് നമ്മുടെ ഡിവൈസിൽ നമ്മൾ നടത്തുന്നത്. അങ്ങനെ വരുമ്പം നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജാണ്. ക്ലീൻ ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ നടത്തി കഴിയുമ്പം ഫ്രഷ് ആയിട്ടുള്ള ഒരു OS വന്ന പോലെയാണ്. അപ്പോൾ നമുക്ക് ബഗ്ഗുകളെ മിനിമൈസ് ചെയ്യാൻ സാധിക്കും. അതാണ് അതിനകത്തെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റാസ് വലുതാണ്. നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ഡേറ്റാസ് വലുതാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ബാക്കപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും ബാക്കപ്പ് എടുക്കേണ്ട ആവശ്യമില്ല ടെക്നിക്കലി. പക്ഷേ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എററോ കാര്യങ്ങളോ സംഭവിച്ച് നമ്മുടെ ഫോൺ ബ്രിക്ക് ആകുകയോ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ബാക്കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാം. നമ്മുടെ ഡേറ്റാസ് ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് റീസ്റ്റോർ ചെയ്യാം. പക്ഷേ ബാക്കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സകല കാര്യങ്ങളും നഷ്ടമാകും. അങ്ങനെ വരുമ്പം അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും, ഈ വീഡിയോ പറഞ്ഞു തരുന്ന എനിക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പറ്റുന്നവരെല്ലാവരും മാക്സിമം ബാക്കപ്പ് ചെയ്തതിന് ശേഷം iTunes ഉപയോഗിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ലാപ്പും കമ്പ്യൂട്ടറും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇഷ്യൂസോ ബഗ്ഗുകളോ പ്രോബ്ലംസോ നിങ്ങൾ ഫേസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ iTunes ഉപയോഗിച്ച് ഒന്ന് അപ്ഡേറ്റ് ചെയ്ക്കുക. അപ്പം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു വ്യത്യാസം. തീർച്ചയായിട്ടും നമ്മൾ iPadOSനെ പറ്റിയും macOS വെഞ്ചുറാനെ പറ്റിയും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ആപ്പിൾ വാച്ച് WatchOS 9ൻ്റെ വീഡിയോ കുറേ ആളുകൾ റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ്, അതും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.